പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതത്തിൽ സന്തോഷമായിരിക്കുന്നുവോ? ദുഃഖത്തോടെ ഇരിക്കുന്നുവോ? ഉത്സാഹത്തോടെ ഇരിക്കുന്നുവോ? തളർന്നിരിക്കുകയാണോ? ധൈര്യമായിരിക്കുന്നോ? അതോ ഭയന്നിരിക്കുകയാണോ? എന്താണ് കാര്യം? പറയൂ. നിങ്ങൾ എങ്ങനെയിരുന്നാലും ശരി, നിങ്ങളോട് യേശു സംസാരിക്കുന്നു. അല്ല, ഞാൻ രാവിലെ യേശുവിനോട് സംസാരിച്ചിരുന്നു, എനിക്ക് ഉത്തരവും കിട്ടി എന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? ആഹ്ലാദം. എന്നാലും ഒരു വശത്ത് എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണോ? ഇപ്പോൾ വീണ്ടും യേശു നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് യേശു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വചനം ഏതാണ്? യെശയ്യാവ് 41 അധ്യായം 10 വാക്യം. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്നെ ഞാൻ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, ആദ്യം ഞാൻ നിന്നെ ബലപ്പെടുത്തും. നീ ബലഹീനയാണ്, തളർന്നിരിക്കുന്നു. ആദ്യം ഞാൻ നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ബലം വേണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ബലമുണ്ടാകും. അപ്പോൾ ഒരു ഉന്മേഷമുണ്ടാകും, അല്ലേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം നമുക്ക് തരുന്നത് ബലമാണ്. ബലപ്പെടുത്തുന്നു. പൗൽ പറഞ്ഞില്ലേ, എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനാൽ എനിക്ക് സകലവും ചെയ്യാനുള്ള ബലമുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കർത്താവിന്റെ ബലം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ സാധ്യമാകും, നിങ്ങൾ ചെയ്തു തീർക്കും. ഞാൻ നിന്നെ ബലപ്പെടുത്തുമെന്ന് പറയുന്നു. രണ്ടാമതായി സഹായിക്കുമെന്ന് പറയുന്നു. ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കും. ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതെന്തായാലും ശരി, നിങ്ങളെ സഹായിക്കാൻ യേശു തയ്യാറായിരിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും. ദൈവം തന്നെ വന്ന് സഹായിച്ചാൽ അത്ര തന്നെ കാര്യം വിജയിക്കുമല്ലോ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം തന്നെ വന്ന് നമ്മെ സഹായിക്കുമ്പോൾ ആ കാര്യം വിജയമായിരിക്കുകയില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കും. മനുഷ്യരുടെ സഹായം കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് സാധിക്കാതെ പോകും. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാനാവാതെ പോകും. പക്ഷേ ദൈവം അങ്ങനെയല്ല. സഹായിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നിന്നെ സഹായിക്കും, അത്ര തന്നെ. ആർക്കും അത് തടയാനാവില്ല. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി പറയുന്നു, എന്റെ നീതിയുടെ വലം കൈകൊണ്ട് നിന്നെ താങ്ങും. നിങ്ങൾ നടന്നു പോകുന്നു, വഴുതി പുറകോട്ട് ചാഞ്ഞ് വീഴാൻ പോകുന്നു. താഴെ വീണാൽ കഴിഞ്ഞു. തലയിടിച്ചാൽ തലയോടിന് ക്ഷതമേറ്റ് മരിച്ചു പോകാനും സാധ്യതയുണ്ട്. എന്നാൽ ഒരാൾ വന്ന് താങ്ങി നിർത്തിയാൽ എങ്ങനെയുണ്ടാകും? വലത്തെ കൈകൊണ്ട് താങ്ങി നിർത്തി, അയ്യോ, എനിക്ക് വലിയ മുറിവുണ്ടാകുമായിരുന്നു, കിടപ്പിലാകുമായിരുന്നു, മരിച്ചു പോയിരിക്കും. ആരോ താങ്ങി നിർത്തി. അതാണ് ദൈവത്തിന്റെ കൈ. ഞാൻ നിന്നെ താങ്ങും. നീ എന്തിനു ഭയപ്പെടുന്നു? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എന്റെ മകനെ, മകളെ, ഞാൻ നിന്നെ ബലപ്പെടുത്തും, നിന്നെ സഹായിക്കും, താങ്ങി നടത്തും. അപ്പോൾ അതിനാൽ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ദൈവം തുണയായി നിങ്ങളെ താങ്ങി നടത്താൻ പോകുന്നതുകൊണ്ട് കാര്യം വിജയിക്കും. അത്ര തന്നെ. വിശ്വാസത്തോടുകൂടി സ്തോത്രം പറയൂ. വിശ്വസിക്കുമോ? ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ് എന്ന് വിശ്വസിക്കുമോ? എന്നാൽ അത് സ്വന്തമാക്കണം. ദൈവമേ, അങ്ങെന്നെ ബലപ്പെടുത്തുന്നു, അങ്ങേയ്ക്ക് സ്തോത്രം. എന്നെ സഹായിക്കുന്നു, അങ്ങേയ്ക്ക് സ്തോത്രം. എന്നെ താങ്ങി നടത്തുന്നു, അതിനായി സ്തോത്രം. അങ്ങെന്റെ കൂടെയിരുന്ന് നടത്തുന്നതുകൊണ്ട് ഞാൻ ജയിക്കും. ഞാൻ എന്നും നല്ല കാര്യങ്ങൾ കാണും. ആശീർവാദത്തെ കണ്ട് സന്തോഷിക്കും. ഇന്നെന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.